ചന്ദ്രിക ദിനപത്രത്തിലും അനുബന്ധ പ്രസിദ്ധീകരണങ്ങളിലും വീണ്ടും ശമ്പളം മുടങ്ങിയിട്ട് 3 മാസമാവുകയാണ്. അടിക്കടി ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി മുസ്ലിം ലീഗ് നേതൃത്വം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ജീവനക്കാർ തീരാ ദുരിതത്തിലാണെന്ന് കാണിച്ച് കോഴിക്കോട് ഹെഡ് ഓഫീസിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡും ഉയർന്നു കഴിഞ്ഞു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം അവസാനിക്കുന്നു. നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരോടും നിറയെ സ്നേഹം. നമസ്കാരം. കഴിഞ്ഞ 3 മാസങ്ങളിലായി ചന്ദ്രിക പത്രത്തിലെ പത്രപ്രവർത്തകരുൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. ചന്ദ്രികയുടെ വിവിധ ബ്യൂറോകളിലും അനുബന്ധ പ്രസിദ്ധീകരണങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. ആഭ്യന്തര കലഹവും സാമ്പത്തിക ക്രമക്കേടുകളുമാണ് ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. ഓണം വരാറായിട്ടും ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ഹെഡ് ഓഫീസിന് മുന്നിൽ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ചന്ദ്രിക പത്രത്തിലെ ജീവനക്കാർ തീരാ ദുരിതത്തിലാണെന്നും തിരിഞ്ഞു നോക്കാൻ ആളില്ല എന്നുമാണ് ഫ്ലക്സിൽ പറയുന്നത്. ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങൾക്കുൾപ്പെടെ ലീഗ് നേതാക്കളെ തടഞ്ഞതിനു പിന്നാലെയാണ് പുതിയ വിവാദം. കഴിഞ്ഞ 3 മാസങ്ങളിലായി ശമ്പള ഇനത്തിൽ 1 രൂപ പോലും ലഭിച്ചിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നു. അവധിയെടുക്കുമെന്ന് മാനേജ്മെന്റിന് ജീവനക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2 മാസത്തെ ശമ്പളമെങ്കിലും തന്നു തീർക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ എഡിറ്റോറിയൽ ബോർഡും മുസ്ലിം ലീഗ് നേതൃത്വവും ഇതിനൊന്നും നയപരമായ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. കൈരളി ന്യൂസ്, കോഴിക്കോട്.